ഹലോ വെൽക്കം ടു ലാസ്റ്റ് മലയാളം. ഞാൻ പലപ്പോഴായിട്ട് പറയണം എന്ന് കരുതിയ ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെപ്പോഴും പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ എപ്പോഴും പെർഫ്യൂംസ് വാങ്ങിക്കുക. ഈ സാധനം അപ്ലൈ ചെയ്താൽ എനിക്ക് കോംപ്ലിമെന്റ്സ് കിട്ടും, എന്നെ ആളുകൾ ശ്രദ്ധിക്കും, അതല്ലെങ്കിൽ എന്റെ കോൺഫിഡൻസ് ഇതുകൊണ്ട് ഉയരാൻ ചാൻസസ് ഉണ്ട്, എന്നെ എന്താ പറയാ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്നെ അവര് നോട്ട് ചെയ്യും. ഇങ്ങനെ പല ജാതി കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പെർഫ്യൂംസ് വാങ്ങിക്കുക. പെർഫ്യൂംസ് എന്നല്ല, എന്തൊരു സാധനം വാങ്ങിക്കുമ്പോഴും നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ടാവും. പക്ഷേ പെർഫ്യൂംസ് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ചിലർക്കുള്ള ഒരു പ്രശ്നമാണ്, ഇതിപ്പോ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ ഇവർ പറഞ്ഞത്, അതല്ലെങ്കിൽ അവർ പറഞ്ഞ പെർഫോമൻസ് എനിക്ക് കിട്ടുന്നില്ലല്ലോ, ഇത് എന്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ലല്ലോ, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരിക. നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെയാണ്. പലരും റിവ്യൂ ചെയ്ത് പോകും, ഇന്ന റെസ്റ്റോറന്റിൽ ഇന്ന ബിരിയാണി അടിപൊളിയാണ്, അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നത് അടിപൊളിയാണ്. ഇതല്ല, നമ്മൾ പോയി നോക്കുമ്പോൾ ചിലപ്പോൾ ആ വേണ്ടത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്ന പോലെ തന്നെ പെർഫ്യൂമിന്റെയും കേസ്. പക്ഷെ ബിരിയാണിയും പെർഫ്യൂം തമ്മിൽ വേറൊരു വ്യത്യാസമാണ്. ബിരിയാണി എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതാണ്, പെർഫ്യൂം ഓൾറെഡി ഉണ്ടാക്കി വെച്ച സാധനം നമ്മൾ വാങ്ങിക്കുന്നതാണ്. അതുകൊണ്ട് ടെസ്റ്റർ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത് അങ്ങനെ നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ബിരിയാണിയിൽ ആ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ മൊത്തമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു. അപ്പോ നമ്മൾ പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മൾക്ക് ഏത് ഒക്കേഷൻസിലേക്കാണ് പെർഫ്യൂംസ് വേണ്ടത് എന്നുള്ളത്. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ടാണ് പെർഫ്യൂം വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇന്റർലൂഡോ അല്ലെങ്കിൽ ഓംബ്ര ലെതറോ ഡോൾച്ചെ ആൻഡ് ഗബ്ബാന ദ ബോണ്ടോ ഈ ജാതി സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് പോയാൽ ഡെഫിനറ്റ്ലി എന്താ സംഭവിക്കുക, ഒന്ന് നിങ്ങൾക്ക് തന്നെ അതിന്റെ ഫ്രാഗ്രൻസ് ചിലപ്പോൾ പിടിച്ചോളണം എന്നില്ല, നല്ല സ്മോക്കി ആംബർ നോട്ട്സ് ആവും വരിക. അത് മാത്രമല്ല, നിങ്ങളെ അടുത്തുള്ള ആൾക്കാർക്കും പറ്റാൻ ചാൻസ് ഇല്ല. ഇന്റർവ്യൂവിന് കയറുമ്പോഴും ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോവുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ നല്ല ലൈറ്റ് ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസുകൾ അപ്ലൈ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ആ ഒരു കോമ്പിനേഷൻ നോക്കിയാൽ മതി. ഈ ഫ്രഷ് എക്കോട്ടിക് അല്ലെങ്കിൽ ഫ്രഷ്നെസ് മാത്രമുള്ളത്, ഫ്രഷ്നെസ് മാത്രമല്ല ഫ്രഷ് സിട്രസി അങ്ങനെയൊക്കെ വരുന്നത്, അതുപോലെ തന്നെ ഫ്രഷ് സ്പൈസി ആയിട്ട് വരുന്നത്, എന്തായാലും എല്ലാത്തിലും ആ ഒരു ഫ്രഷ്നെസ് ഉള്ളത്, അല്ലെങ്കിൽ ഫ്രഷ് മസ്കി വരുന്നത്, അല്ലെങ്കിൽ മസ്കി പൗഡറി വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്ത് പോയാൽ വലിയ പ്രശ്നമില്ലാതെ നമുക്കും ഒരു നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു ഫീല് കിട്ടുകയും ചെയ്യും. ഒരു എനർജി ഫീൽ ചെയ്യുന്ന രീതിക്കുള്ള ഒരു വൈബ് അത്തരം പെർഫ്യൂംസും തരാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല ഒരു ഫ്രഷ് അരോമാറ്റിക് കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്ത് പോയാൽ ഈവൻ അത് നല്ലൊരു സെഡക്റ്റീവ് ഫീലും തരും. നമ്മൾ എപ്പോഴും പറയുന്നത് ലെജൻഡോ അല്ലെങ്കിൽ ഫിയേഴ്സോ നോട്ടിക്ക വോയേജോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്ത് പോയാൽ മതി ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ. അതല്ല, ഇനിയിപ്പോ നമ്മളൊരു ജോബൊക്കെ കിട്ടി, ഓഫീസിൽ വന്ന് നമ്മളെ കോ വർക്കേഴ്സിനൊക്കെ ഇംപ്രസ് ചെയ്യണം എന്നുണ്ട്, ഇനിയിപ്പോ ആർക്കെങ്കിലും കോ വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയാണ്, നമ്മൾ ഓൺ ജോബ് ട്രെയിനിങ് നമ്മളാണ് കൊടുക്കുന്നത്, നമ്മൾ കുറച്ചുകൂടി അവിടെ സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസറാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിലും കോ വർക്കേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ ഡാർക്ക് പെർഫ്യൂം അപ്ലൈ ചെയ്ത് പോവരുത്. അവിടെ ചെയ്യേണ്ടത് ലൈറ്റ് ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് അപ്ലൈ ചെയ്യാം. അപ്പോഴേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. അതാ എപ്പോഴും മനസ്സിലാക്കണം. അതല്ലാതെ ഒരു വീഡിയോയില് ഇപ്പൊ മോസ്റ്റ്ലി സംഭവിക്കുന്നത് എന്താ വെച്ചാല്, മിക്ക കമ്പനികളും ഈ ഇന്റർലൂഡിന്റെ പിന്നാലെയാണ്. ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും പല പേരുകൾ, ഈ സിംഗിൾ മാൾട്ട്, ആ മാൾട്ട്, ഈ മാൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, വിസ്കി, അത് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പേരുകളിലും ഈ സാധനം പല പല വേരിയൻസിൽ ഈ ഡാർക്ക് പെർഫ്യൂംസ് നല്ലോണം ഇറങ്ങുന്നുണ്ട്. പക്ഷേ അത് ഈ പല കമ്പനികളും വ്യാജമായിട്ട് ഇത് ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റിയതാണ്, ഇത് ഓഫീസിന് പറ്റിയതാണ്, ഇത് അങ്ങനെ പറ്റിയത് ഇങ്ങനെ പറ്റിയതെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട്. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ഡാർക്ക് പെർഫ്യൂംസ് എപ്പോഴും ഓഫീസിൽ അപ്ലൈ ചെയ്യാനുള്ളതല്ല. അതല്ലെങ്കിൽ നിങ്ങൾ എവിടേക്കെങ്കിലും എന്തെങ്കിലും പരിപാടി, ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിനോ മറ്റിനോ പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ളതുമല്ല. അതിൻ്റെതായ ടൈം ഉണ്ട്. നിങ്ങൾ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ, അതല്ലെങ്കിൽ ഈവനിങ്ങിൽ നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത്, നമ്മൾ ഓഫീസിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങുമല്ലോ, അപ്പൊ എന്തെങ്കിലും ഷോപ്പിങ്ങിനോ അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പുറത്തിറങ്ങി ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്ത് നടക്കുമല്ലോ. ഇപ്പോ സിറ്റികളിലൊക്കെ ഉള്ള ആളുകളാണ് ജസ്റ്റ് സ്ട്രീറ്റിലൂടെ നടക്കുക, എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തുന്ന ഒരു ടൈം. അത്തരം സമയങ്ങളിൽ, അതല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് ഗ്യാദർ ചെയ്യുന്ന സമയങ്ങളിൽ, ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് ഇതുപോലത്തെ ഇത്തിരി കൂടി സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്ന പെർഫ്യൂംസ്. അതിന് സ്യൂട്ടായ സ്ഥലങ്ങൾ അതാണ്. അത് പോയിട്ട് ഓഫീസിൽ അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. പിന്നെ ഒരിക്കലും ഇതെല്ലാം പറഞ്ഞിട്ടും പിന്നെയും വരും ഇതെന്തുകൊണ്ടാണ് ഈ ഫാൾട്ട് പറ്റുന്നത് അറിയും. ഏതൊരു വീഡിയോന്റെ താഴെയും, ഇനിയിപ്പോ ഞാൻ ചെയ്തതെന്നല്ല, ആര് ചെയ്ത വീഡിയോന്റെ താഴെയും കുറച്ച് ആൾക്കാർ കമന്റ് ആയിട്ട് വരും, ഇതിൽ ഏതാണ് ഏറ്റവും ലോങ് ലാസ്റ്റിങ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു പെർഫ്യൂമിന്റെ ലോഞ്ചിവിറ്റി അല്ല അതിന്റെ ക്വാളിറ്റീനെ
എന്താ പറയാ ക്വാളിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ചില പെർഫ്യൂംസ് നല്ല മൈൻഡ് ബ്ലോയിങ് ഫ്രാഗ്രൻസ് ആവും, ബട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. പക്ഷെ അത് ആവശ്യമുള്ള ഒക്കേഷൻസ് ഉണ്ട്, അത് ആവശ്യമുള്ള ആളുകളുണ്ട്, അത് മനസ്സിലാക്കുക. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാതെ എനിക്ക് വേണ്ടത് ഇന്ന് അപ്ലൈ ചെയ്താല് നാളെ മറ്റന്നാളെയും ഫ്രാഗ്രൻസ് നിൽക്കണം, ഇങ്ങനെയുള്ള ഒരു കടുകട്ടി സാധനം മതി എന്നുള്ള അങ്ങനെ ചിന്തിക്കുന്ന കുറെ ഡംബായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്തരം ആളുകളാണ് ഇതുപോലത്തെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുക. ഇത് എത്ര പറഞ്ഞാലും വീഡിയോന്റെ താഴെ പിന്നെ വരും ഈ കൂട്ടത്തിൽ ഏതാണ് ബെസ്റ്റ്, ഈ കൂട്ടത്തിൽ ഏതാണ് ബെസ്റ്റ് എന്ന് അവരുദ്ദേശിക്കുന്നത് ഏതാ അറിയോ, ഏതാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം അതാ വരിക, ഇതിൽ ഏതിനാണ് ലോഞ്ചിവിറ്റി കൂടുതൽ. ലോഞ്ചിവിറ്റി കൂടുതലുള്ള പെർഫ്യൂം മാത്രം നോക്കി വാങ്ങുന്നവർക്ക് വേറെ ഒന്നും പറയാനില്ല. അത്തരം ആളുകൾ ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ അബദ്ധത്തിൽ പെടുകയുള്ളൂ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, സിറ്റുവേഷൻ അനുസരിച്ച് പെർഫ്യൂം വാങ്ങിക്കുക. അതിനി ആര് യൂസ് ചെയ്തതായാലും, ഷാറൂഖ് ഖാൻ യൂസ് ചെയ്തതായാലും, സിൽവസ്റ്റർ സ്റ്റാലോൺ യൂസ് ചെയ്തതായാലും, ഡിക്കാപ്രിയോ യൂസ് ചെയ്തതായാലും, ആരുടെ പെർഫ്യൂം ആണെങ്കിലും ബ്ലൈൻഡ് ആയിട്ട് വാങ്ങിക്കരുത്. നിങ്ങൾക്ക് അത് വേണോ, നിങ്ങൾ അത്തരം ഒക്കേഷൻസിലൂടെ പോകുന്നുണ്ടോ, അതല്ലെങ്കിൽ യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ, ഇത് മനസ്സിലാക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. എന്നാലേ ഈ പെർഫ്യൂംസ് ഒക്കെ വർക്കൗട്ട് ആവുള്ളൂ. അതല്ലാതെ ചിലർ പറയും ഞാൻ എത്ര പെർഫ്യൂം അപ്ലൈ ചെയ്തിട്ട് ആരും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. ചോദിക്കാനുള്ള ചാൻസസ് നമ്മൾ തന്നെ ഉണ്ടാക്കണം. പിന്നെ പെർഫ്യൂം മാത്രമല്ല, എപ്പോഴും നമ്മളൊരു ഔട്ട്ഫിറ്റ്സ് ഒക്കെ നല്ല രീതിയിലാവുക, പിന്നെ നല്ല രീതിയിലുള്ള ഹെയർ സ്റ്റൈലും നല്ലൊരു അപ്പിയറൻസിലൊക്കെ നടന്നാൽ, നല്ല രീതിയിലുള്ള സംസാരവും ഇങ്ങനെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആളുകൾക്കിടയിൽ ഇംപ്രസ്ഡ് ആയിട്ടൊക്കെ നിൽക്കാം. അത്രമാത്രം. So anyways, that's all about this video. Thanks for watching.